ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഗുരു മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ 5 ഡിസ്കസ് ചെയ്യാം, ഓർഗനൈസിങ്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് ഓരോ ചാപ്റ്ററിലായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ്ങിൻ്റെ മലയാളം മീനിങ് സംഘാടനം. അതായത് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അത് വിജയിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓർഗനൈസിങ്ങിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നോക്കാം. Organizing implies a process which coordinates the human efforts, assemble resources and integrate both into unified whole to be utilized for achieving specific objectives. അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ എഫോർട്ടിനെയും അതുപോലെ തന്നെ ഒരുപാട് റിസോഴ്സുകളെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളും ആവശ്യമാണ്, അതുപോലെ തന്നെ മറ്റു പല റോ മെറ്റീരിയൽസിൻ്റെയും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ റിസോഴ്സുകളൊക്കെ മാക്സിമം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം അതാണ് നമ്മൾ ഓർഗനൈസിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഓർഗനൈസിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ദാറ്റ് ഇനീഷ്യേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ, അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പ്ലാനുകൾ സെറ്റ് ആക്കുമെന്ന് പറഞ്ഞു അല്ലേ. അതായത് ഒരു ഓർഗനൈസേഷന് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് അച്ചീവ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐഡിയാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാനുകൾ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാരിഫൈങ് ദ ജോബ്, അതായത് ഓരോ ആളുകളും എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം അവിടെ. അതുപോലെ തന്നെ വർക്കിംഗ് റിലേഷൻഷിപ്പ്, അതായത് ആരാണ് സുപ്പീരിയർ, ആരാണ് സബോർഡിനേറ്റ്, ആരൊക്കെയാണ് മാനേജേഴ്സ്. അപ്പോൾ ഓരോ ആളുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് അവിടെ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഡിപ്ലോയിങ് റിസോഴ്സസ്, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ അവിടെ ഉപയോഗിക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ടുകൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മുടെ ഗോൾസുകൾ അച്ചീവ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് തരത്തിലുള്ള ജോലികൾ ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഓർഗനൈസിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ ജോലികളെയും നമ്മൾ കണ്ടെത്തുക. ഓക്കെ, അതായത് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ജോലികൾ നമ്മൾ ചെയ്യണം അതാദ്യം നമ്മൾ കണ്ടെത്തുക. അതിനുശേഷം ആ ജോലിയെ നമ്മൾ ചെറിയ ചെറിയ സ്മോൾ വർക്കുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. കാരണം ഒരു വലിയ ടാസ്ക് ഒരാൾക്ക് കൊടുത്താൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഓരോ വർക്കുകളെയും ചെറിയ ചെറിയ സ്മോൾ ജോലികളാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ജോലികളും നമ്മൾ ഓരോ ആളുകൾക്കും അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വർക്ക് മാനേജബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ, ഒരാൾ ചെയ്ത ജോലി മറ്റാൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ജോലികളൊക്കെ ഡിവൈഡ് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരേ സ്വഭാവമുള്ള ജോലികളെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കും. ഓക്കെ, അങ്ങനെ അതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ ഒരേ സ്വഭാവമുള്ള ജോലികളെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാക്കും. ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്തിന് കാരണമാവുന്ന പറയുന്നത്? സ്പെഷ്യലൈസേഷന് കാരണമാവുന്നതാണ് പറയുന്നത്. ചില സ്വഭാവമുള്ള ജോലികളെ ഒരു ഗ്രൂപ്പിലാക്കുന്നതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. Define the work of different job position and accordingly allocate the work to various employees. അതായത് നമ്മുടെ പദവി അനുസരിച്ചിട്ട് ആദ്യം ജോലിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഓരോ എംപ്ലോയീസിനും ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളും പല ആളുകൾക്കും പലതാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെ കഴിവുകൾക്കും ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഗാനമേള ഉണ്ടോ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കമ്മിറ്റിക്കാരുണ്ടാവും. അതായത് വെൽക്കം ചെയ്യുന്ന കമ്മിറ്റിക്കാരുണ്ടാവും, അതുപോലെ തന്നെ കൂപ്പൺ കളക്ട് ചെയ്യുന്ന കമ്പനിക്കാരുണ്ടാവും, ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റിക്കാരുണ്ടാവും. അപ്പോൾ ഓരോ ജോലികളും ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഒന്നും ഇല്ലാണ്ടും അതുപോലെ തന്നെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ജോലികൾ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അതേ പ്രവർത്തനം തന്നെയാണ് ഒരു ഓർഗനൈസേഷനിലും നടക്കുന്നത്. അപ്പോൾ ജോലികൾ അവിടുത്തെ എംപ്ലോയീസിൻ്റെ സ്കിൽസിനും അതുപോലെ തന്നെ കഴിവിനും അനുസരിച്ചിട്ട് അവർക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ ഓരോരുത്തർക്കും ഓരോ ജോലികൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് അവിടെയുണ്ട്. ഇനി നാലാമത്തെ ഒരു സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം, നമ്മളൊരു ജോലി ചെയ്താൽ നമ്മുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന് നമ്മളത് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഓരോ എംപ്ലോയീസും അറിഞ്ഞിരിക്കണം ആരിൽ നിന്നാണ് നമ്മൾ ഓർഡേഴ്സ് സ്വീകരിക്കേണ്ടത്. അതായത് നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ടു ഹൂം ഹി ഈസ് അക്കൗണ്ടബിൾ, അതായത് ആരോടാണ് ഉത്തരവാദിത്തമുള്ളത് എന്നും ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ സുപ്പീരിയേഴ്സ് മാത്രം പറയുന്ന, നമുക്ക് അധികാരമുള്ള, നമ്മുടെ മേൽ അധികാരമുള്ള സുപ്പീരിയേഴ്സ് പറയുന്ന കാര്യം മാത്രമേ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ആ റിലേഷൻഷിപ്പ്, സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇതാണ് ഓർഗനൈസിങ്ങിൻ്റെ 4 സ്റ്റെപ്പുകളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്. അതായത് ഓർഗനൈസിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ബെനിഫിറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ. അതായത് നമ്മൾ പറഞ്ഞു, ഓർഗനൈസിങ്ങിൽ ഓരോ ജോലികളും നമ്മൾ ഓരോരുത്തർക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും അവരുടെ സ്കിൽസിനും കഴിവുകൾക്കും അനുസരിച്ച്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഓരോ ജോലികളും ചെറിയ ചെറിയ സ്മോൾ ടാസ്കുകളാക്കിയിട്ട് നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? വർക്ക് ലോഡ് കുറയുന്നുണ്ട്. അപ്പോൾ വർക്ക് ലോഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഡക്ടിവിറ്റി അവിടെ കൂടും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അറിയുന്ന, ഇപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ജോലി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ആ ജോലി പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മേഖലയിൽ എക്സ്പേർട്ടായിട്ട് മാറും. ഓക്കെ, അതിനെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ കൊല്ലം കഴിയുന്തോറും അതിൽ വരുന്ന മാറ്റങ്ങളും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും അല്ലേ. അപ്പോൾ റെഗുലറായിട്ട് നമ്മളൊരു സ്പെസിഫിക് ജോലി റെഗുലറായിട്ട് നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലിയിൽ പ്രത്യേകമായിട്ടുള്ള എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ജോലിയിൽ പ്രാഗൽഭ്യമുള്ള ആളുകളായിട്ട് മാറാനും സാധിക്കും. അതാണ് ഓർഗനൈസിങ്ങിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. ഈ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഓരോ എംപ്ലോയിയും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ആരാണ് സുപ്പീരിയർ, ആരാണ് സബോർഡിനേറ്റ്, ഞാൻ ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, ആരിൽ നിന്നാണ് ഞാൻ ഓർഡേഴ്സ് സ്വീകരിക്കേണ്ടത്, അങ്ങനെ ആ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും? നമ്മുടെ കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡൗട്ടുകളും നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കൺഫ്യൂഷൻസും അവിടെ ഒഴിവാകും. അപ്പോൾ ദിസ് റിമൂവ് ആംബിക്വിറ്റി ഇൻ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും പരസ്പരം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള കൺഫ്യൂഷൻസും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ റിസോഴ്സുകൾ ഉണ്ടാകും, ഫിനാൻഷ്യൽ റിസോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സുകളുണ്ട്. ഈ 3 റിസോഴ്സുകളും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താലാണ് ഒരു ഓർഗനൈസേഷന് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഓരോ എംപ്ലോയീസിൻ്റെയും കഴിവിനനുസരിച്ച് അവർക്ക് ഓരോ ജോലികളും അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കവിടെ ഓവർലാപ്പിംഗ് ഒഴിവാക്കാൻ സാധിക്കും. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്ത ജോലി പിന്നെയും പിന്നെയും ചെയ്ത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ റിസോഴ്സുകളൊക്കെ നമുക്ക് ബെസ്റ്റായിട്ട്, വേസ്റ്റേജ് ഒന്നും ഇല്ലാണ്ട് ബെസ്റ്റായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും.
ഓക്കെ, അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അതുമാത്രമല്ല നമ്മളൊരു എംപ്ലോയീനെ നമ്മുടെ ഓർഗനൈസേഷനിൽ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ക്വാളിഫിക്കേഷനും കപ്പാസിറ്റിയും ഉള്ള ഒരു എംപ്ലോയീനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള റിസോഴ്സുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടൻസ് ആണ് അഡാപ്റ്റേഷൻ ടു ചേഞ്ച്. നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് അല്ലേ. അതായത് ഒരു 10 വർഷം മുമ്പത്തെ ഒരു അവസ്ഥയല്ല ഇന്നത്തെ ഒരു ബിസിനസ്സിൽ ഉള്ളത്. ഒരുപാട് ടെക്നോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ ബിസിനസ് എൻവയോൺമെന്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ് എന്റർപ്രൈസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഓർഗനൈസിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. It allows the organization structure to be suitably modified and then revision of interrelationship among the managerial level to pave the way for the smooth transition. അതായത് അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു ഓർഗനൈസിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ചേഞ്ച് വന്നാലും ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അഡാപ്റ്റേഷൻ ടു ചേഞ്ച്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളും മാറുക, അതിനെയാണ് അഡാപ്റ്റേഷൻ, അത് അംഗീകരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻസ് ആണ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക, അതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ ഓർഗനൈസിങ്ങിൽ നമുക്ക് ഓരോ ജോലിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഓരോ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള ധാരണ ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വ്യക്തമായ അറിവ് കൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻസും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻസും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്, അതായത് ആളുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് വ്യക്തമായിട്ട് അറിയുന്നതോട് കൂടിയിട്ട് നമുക്ക് ഓരോ ജോലിയും തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് നടപ്പിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൺഫ്യൂഷൻസും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻസും ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഓർഗനൈസിങ്ങിൻ്റെ ഫലമായിട്ട് ഒരു ഓർഗനൈസേഷനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് പെർസോണൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ചോയ്സും കൂടിയാണ് ഈ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഈ ഓർഗനൈസിങ്ങിൽ എൻറ്റയർ വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡെലിഗേഷൻ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു റെഡ്യൂസ് ദെയർ വർക്ക് ലോഡ്. അതായത് എല്ലാ ജോലിയും അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, അതിന് താഴെ ഒരുപാട് സബോർഡിനേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ജോലിയൊക്കെ സബോർഡിനേറ്റ്സിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മാനേജേഴ്സിൻ്റെ ജോലിഭാരം കുറയുന്നു. അതുമാത്രമല്ല ഇറ്റ് അലൗ ദ മാനേജർ ടു ഡെവലപ്പ് ന്യൂ മെത്തേഡ്സ് ആൻഡ് വേസ് ഓഫ് പെർഫോമിംഗ് ടാസ്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പുതിയ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യാനും ഒരുപാട് സമയം ലഭിക്കുന്നുണ്ട് അല്ലേ. അതായത് അവിടെ വർക്കിൻ്റെ ഓവർലോഡൊന്നും വരുന്നില്ല. അപ്പോൾ സ്വയം ഒരു ഡെവലപ്മെൻറ്റിനുള്ള ഒരു സമയം അവിടെ ലഭിക്കുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റാണ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. അതായത് നമ്മുടെ വികസനത്തിനും വളർച്ചയ്ക്കും ഈ ഓർഗനൈസിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓർഗനൈസിങ് ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് എൻ്റർപ്രൈസസ്. അതായത് ഗ്രോത്തിനും വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷനും സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ്? എനാബിളിംഗ് ഇറ്റ് ടു ഡീവിയേറ്റ് ഫ്രം എക്സിസ്റ്റിംഗ് നോംസ് ആൻഡ് ടേക്കിംഗ് അപ്പ് ന്യൂ ചലഞ്ചസ്. അതായത് പഴയ രീതിയിലൊക്കെ മാറ്റി വെച്ചിട്ട് പുതിയ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് ബിസിനസ്സിനെ ഗ്രോത്തിലേക്ക് നമ്മുടെ ഈ ഓർഗനൈസിങ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതിന് പുറമേ തന്നെ ഈ ഓർഗനൈസിങ് വഴി ബിസിനസ് എൻ്റർപ്രൈസസിന് പുതിയ ജോലി സാധ്യതകൾ ഓപ്പൺ ആക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ലൈൻ, അതായത് വെറൈറ്റി തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഓർഗനൈസിങ് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ റിസോഴ്സുകളും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എഫക്റ്റീവായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനും നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും
അതുപോലെ തന്നെ ഗ്രോത്തിനും എക്സ്പാൻഷനും ഒക്കെ ഈ ഓർഗനൈസിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് പല ഓർഗനൈസേഷനും പലതരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ സ്ട്രക്ചർ ഫോമിലായിരിക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഫ്രെയിം വർക്ക്. അതൊരു ചട്ടക്കൂടാണ്. ഓക്കെ, അതായത് ഒരുപാട് റൂൾസുകളും റെഗുലേഷൻസും ഒക്കെ ഉള്ള ഒരു ഫ്രെയിം വർക്കാണ്. ഈ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് നമ്മൾ മാനേജീരിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക് ആർ പെർഫോംഡ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് ലെവലിലുള്ള പ്രവർത്തനങ്ങളും ഓപ്പറേഷണൽ ലെവലിലുള്ള പ്രവർത്തനങ്ങളും പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചട്ടക്കൂടിനെ അല്ലെങ്കിൽ ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു എംപ്ലോയറും എംപ്ലോയിയും അല്ലെങ്കിൽ സുപ്പീരിയറും സബോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പലതരത്തിലുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചറുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.